നമസ്കാരം, ഫുട്ബോൾ പേരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിനീഷ്യസ് ജൂനിയർ ആണ് ഇപ്പോഴത്തെ ഒരു ഹോട്ട് ടോപ്പിക്. ഇന്നലെ ഡേവിഡ് ഓൺസ്റ്റീൻ ഒരു ബോംബാസോ പൊട്ടിച്ചതിന് ശേഷം തൊട്ടല്ലേ. സോ സംഭവം എന്നാന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വിനീഷ്യസ് ജൂനിയർ നെക്സ്റ്റ് ഇയർ ഫ്രീ ഏജൻ്റ് ആണ്. ലാസ്റ്റ് ഇയർ ഓഫ് ഈസ് കോൺട്രാക്റ്റിലോട്ടാണ് വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ എൻ്റർ ആകാൻ പോകുന്ന ഈ സീസണിൽ. ആൻഡ് റയൽ മാഡ്രിഡ് അവരുടെ ഒരു സാലറി പ്രപ്പോസൽ നേരത്തെ തന്നെ കഴിഞ്ഞ സീസണിൻ്റെ ഇടയ്ക്ക് വെച്ച് തന്നെ അവരുടെ ഒരു സാലറി പ്രപ്പോസൽ അവരെന്താണ് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ വിനിയുടെ ക്യാമ്പിനെ അറിയിച്ചതായിട്ട് വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ വിനീഷ്യസ് ജൂനിയർ അതിൽ സാറ്റിസ്ഫൈഡ് അല്ലെന്നും പുള്ളി ഡിമാൻഡ് ചെയ്യുന്ന സാലറി വളരെ ഹൈ ആണെന്ന് പറഞ്ഞ് റയൽ മാഡ്രിഡ് ഹൈറാർക്കിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. സോ അതിനകത്ത് തന്നെ അതിനകത്ത് തന്നെ കോൺട്രാക്ട് റിന്യൂവൽ സംഭവങ്ങൾ പോസിറ്റീവ്ലി അല്ല നീങ്ങിക്കൊണ്ടിരുന്നത്. ആൻഡ് ഇപ്പം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വരുന്ന വാർത്ത എന്നാന്ന് പറഞ്ഞാൽ, ഇപ്പം കേട്ടോണ്ടിരിക്കുന്ന വാർത്ത എന്നാന്ന് പറഞ്ഞാൽ, ഡേവിഡ് ഓൺസ്റ്റീൻ പുറത്തുവിട്ടൊരു വാർത്ത എന്നാന്ന് പറഞ്ഞാൽ, വിനീഷ്യസ് ജൂനിയറിൻ്റെ ക്യാമ്പ് ഇപ്പോൾ ഇതിനിടയ്ക്ക് പല വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. പല ക്ലബ്ബുകളെ സമീപിക്കുന്നുണ്ടായിരുന്നു, വിനീൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് മറ്റുമൊക്കെ ആയിട്ടെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അതിലൊന്ന് ലിവർപൂൾ ആയിരുന്നു കേട്ടിരുന്നു. ബട്ട് ലിവർപൂൾ ആ ഒരു ഡീലുമായിട്ട് ഇപ്പം പ്രൊസീഡ് ചെയ്യാനായിട്ട് തക്ക ഒരു ഫൈനാൻഷ്യൽ സ്ട്രെങ്തിലല്ല, അഥവാ ആ ഒരു ഫൈനാൻഷ്യൽ പാക്കേജിൽ അവർ റെഡി അല്ല എന്ന് കേൾക്കുന്നു. അതേ സമയത്ത് മറ്റ് പല ക്ലബ്ബുകളുമായിട്ടൊക്കെ ടോക്സ് നടത്തിയിരുന്നു. പക്ഷേ ആർസണലാണ് ഇപ്പം വിനീഷ്യസ് ജൂനിയർ ഡീല്, അഥവാ വിനീനെ ഈ സമ്മറിൽ പറ്റുവാണെങ്കിൽ എത്തിക്കാനായിട്ടൊരു ശ്രമം തുടങ്ങാൻ പോകുക എന്നാണ് ഡേവിഡ് ഓൺസ്റ്റീൻ പറയുന്നത്. ഡേവിഡ് ഓൺസ്റ്റീൻ്റെ റിപ്പോർട്ട് പ്രകാരം ആർസണൽ ഹൈറാർക്കിയുടെ ഭാഗത്തുനിന്ന്, മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഗ്രീൻ ലൈറ്റ് കിട്ടി. ആർസണലിൻ്റെ ഒരു സ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് വിനീഷ്യസ് ജൂനിയറിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങിക്കോ, പുള്ളിയുടെ സാലറി ഡിമാൻഡ്സും മറ്റുമൊക്കെ മീറ്റ് ചെയ്യാൻ റെഡിയാണെന്നൊക്കെ രീതിയിൽ നിന്നാണ് ഡേവിഡ് ഓൺസ്റ്റീൻ്റെ റിപ്പോർട്ടുകൾ വരുന്നത്. സോ ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവം എന്താണ്, മാഡ്രിഡിൽ നിന്ന് വരുന്ന വാർത്ത എന്നാന്ന് പറഞ്ഞാൽ, വിനീഷ്യസ് ജൂനിയർ ഡിമാൻഡ് ചെയ്യുന്നത് 15 മില്യൺ പുള്ളിക്ക് എന്നാ പറയുക ഒരു ബോണസായിട്ട് കൊടുക്കണം. ലോയൽറ്റി ബോണസ് എന്നുള്ള രീതിയിൽ ഈ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരു 15 മില്യൺ പുള്ളിക്ക് കിട്ടണം. കൂടാതെ പെർ ഇയർ സാലറി ആയിട്ട് 30 മില്യൺ യൂറോസാണ് പുള്ളി ഡിമാൻഡ് ചെയ്യുന്നത്. ആഫ്റ്റർ ടാക്സ് അല്ല, ബിഫോർ ടാക്സ് ഗ്രോസ് സാലറി ഡിമാൻഡ് ചെയ്യുന്നത് 30 മില്യൺ പെർ സീസണാണ്. സോ നമുക്കറിയാം, എംബാപ്പെ ഏൺ ചെയ്യുന്നതിനോട് വളരെ ക്ലോസറായിട്ടുള്ള ഒരു ഒരു സാലറി ഡിമാൻഡാണ് വിനിയുടെ ഭാഗത്തു നിന്നുള്ളത്. സോ റയൽ മാഡ്രിഡ് ഇതുവരെ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. റയൽ മാഡ്രിഡ് ആർ നോട്ട് വില്ലിങ് ടു ഓഫർ ദാറ്റ് എന്നാണ് കേൾക്കുന്നത്. ഇത് പല രീതിയിൽ കേൾക്കാം. ഇപ്പോൾ ആർസണലിൽ വിനീഷ്യസ് ജൂനിയർ ഒരുപാട് ഒരു ഗെയിം ചേഞ്ചറാണ്. കാരണം വിത്തൗട്ട് ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അവർ സ്ട്രോങ്ങർ ആക്കും. ആർസണൽ ഈ ഡീൽ പുള്ളി ചെയ്യാൻ പറ്റുമെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. കാരണം നിങ്ങൾ ലോജിക്കലി ആലോചിച്ചാൽ ആർസണലിൽ നിന്ന് ഇപ്പം മാർട്ടിനെല്ലിനെ മിക്കവാറും അവർ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫണ്ടിന് വയ്ക്കും. ഗബ്രിയൽ ജീസൂസും ക്ലബ്ബ് വിടാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവർ രണ്ടുപേരും പോക വഴി 40 മില്യന് ഓളം അടുത്തോ അല്ല അതിന് മുകളിൽ അടുത്തായിട്ടുള്ളൊരു സാലറി അവരുടെ ബുക്സിൽ നിന്ന് പോയി കിട്ടുമെന്ന് റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. 35 അറൗണ്ട് 40 അടുത്തായിട്ട്. കൂടാതെ വിനീഷ്യസ് ജൂനിയർ പോലത്തെ ഒരു പ്ലെയർ ഈസിലി അവർക്ക് ആടി. ആർസണൽ വൺ ഓഫ് ദ ഹയസ്റ്റ് ഏർണിംഗ് ക്ലബ്സ് ആണ്, വൺ ഓഫ് ദ ഹയസ്റ്റ് ഫാൻ ബേസ് ഉള്ള ഒരു ക്ലബ്ബാണ്. റവന്യൂവിൻ്റെ കാര്യത്തിലൂടെ നോക്കാനായിട്ടാണ് കഴിഞ്ഞ കുറേ സീസണുകളായിട്ട് ടോപ്പ് 4 റെഗുലർലി ഫിനിഷ് ചെയ്യുന്ന ഒരു ടീമാണ്. കഴിഞ്ഞ സീസൺ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിസ്റ്റാണ്, കഴിഞ്ഞ സീസണിലെ പ്രീമിയർ ലീഗ് വിന്നേഴ്സുമാണ്. സോ വിത്തൗട്ട് എ ഡൗട്ട് ഈ സീസണിലോട്ട് കിടക്കുമ്പോഴും പ്രീമിയർ ലീഗിലെ ഹോട്ട് ഫേവറേറ്റ് ആണ് കിടക്കുന്നത്. ആൻഡ് ടോപ്പ് 4 പ്രട്ടി മച്ച് ഗ്യാരണ്ടീഡ് ആണ്. ഇപ്പോൾ ആർസണലിൽ റെഗുലർലി ടോപ്പ് 4 പ്രീമിയർ ലീഗ് ഫിനിഷ് ചെയ്യുവാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ ക്വാർട്ടർ ഫൈനലോ റൗണ്ട് ഓഫ് 8 റൗണ്ട് ഇപ്പോൾ സെമി ഫൈനലൊക്കെ വരെ എത്തുന്ന ഒരു റെഗുലർ ടീമായി മാറിയിട്ടുണ്ട് ആർസണൽ. ഇപ്പോൾ ലാസ്റ്റ് 2 സീസൺ നോക്കാനായിട്ടാണ് സെമി ഫൈനൽസ് എത്തി. അത് വേണ്ട, റെഗുലർലി ടോപ്പ് 4 ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീമിയർ ലീഗ് ക്ലബിന് ഇന്നത്തെ മാർക്കറ്റിൽ 30 മില്യൺ ഒരു പ്ലെയറിൻ്റെ സാലറി അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ലോജിക്കലി ആലോചിച്ചാൽ ഈസിലി പറ്റുന്നതാണ്. ആൻഡ് ആർസണൽ ആസ് ഓഫ് നൗ ഗ്യാരണ്ടീഡ്, ഇപ്പോൾ ലീഗ് അടിക്കാനും ഫേവറേറ്റ് ആണ്. ബട്ട് ടോപ്പ് 4 ഓൾമോസ്റ്റ് ഗ്യാരണ്ടീഡ് ആണ് അടുത്ത കുറേ സീസണിലേക്ക് വിത്ത് ദ സ്ക്വാഡ് ആർസണൽ ഹാസ്. ആൻഡ് മിക്കൽ ആർട്ടറ്റൻ ഒരു നല്ല പ്രോജക്റ്റ് അവർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവർ ലാക്ക് ചെയ്യുന്നവരാണ് അറ്റാക്കിങ്ങിൽ ഒരു എക്സ്പാക്ടറാണ്. സോ വിനീഷ്യസ് ജൂനിയറും ആ ഒരു എക്സ്പാക്ടർ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ലോജിക്കലി ആലോചിക്കും വിനിക്ക് ആർസണലാണ് ഏറ്റവും ബെസ്റ്റ് മൂവ്. കാരണം വിനീഷ്യസ് ജൂനിയറിന് ചാമ്പ്യൻസ് ലീഗിൽ റെഗുലർലി കോമ്പീറ്റ് ചെയ്യാൻ പറ്റും വിത്ത് ആർസണൽ. പ്രീമിയർ ലീഗ് ഓൾമോസ്റ്റ് ഷുവറാണ്, ടോപ്പ് 4 ഷുവറാണ്. ആൻഡ് ലീഗ് അടിക്കാനായിട്ടുള്ള ഫേവറേറ്റ് ആണ്, കാരണം വിന്നേഴ്സുമാണ്. സോ അതിനകത്ത് തന്നെ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും കോമ്പീറ്റ് ചെയ്യാൻ ആർസണലിൽ പറ്റും. ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വിനിക്ക് കോമ്പറ്റീഷൻ അല്ല. അവിടെ വിനീഷ്യസ് ജൂനിയർ വന്നാൽ ഹീ ഈസ് ദ അൺഡിസ്പ്യൂട്ടഡ് സ്റ്റാർ. സാക്കാണ് അവരുടെ സ്റ്റാർ ബോയ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും വിനി അവിടെ വരിക വരെ ഒരു ഗ്ലോബൽ സൂപ്പർ സ്റ്റാർ വരികയാണ്. ആൻഡ് വേൾഡ് വൈഡ് ആർസണലിന് കൂടുതൽ അറ്റൻഷൻ കിട്ടാൻ പോവുകയാണ്. ഇപ്പം ജേഴ്സി സെയിൽസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഈവൻ വ്യൂവർഷിപ്പിൻ്റെ കാര്യത്തിലും എല്ലാം ഇൻക്രീസ് വരും. ആൻഡ് ബ്രസീലിൽ നിന്നുള്ളതാണെങ്കിലും സൗത്ത് അമേരിക്കയിലാണെങ്കിലും അല്ലെങ്കിൽ ഈവൻ നമ്മൾ ഇന്ത്യയിൽ തന്നെ എത്ര വിനിയ ജൂനിയർ ഫാൻസൊക്കെ ഉണ്ടല്ലോ. സോ അങ്ങനെ റവന്യൂ വൈസും അവർക്ക് കൂടും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ആൻഡ് ഈഗോ ക്ലാഷോ മറ്റേത് മറിച്ചത് ഇപ്പം വിനി 30 ഡിമാൻഡ് ചെയ്യുന്നു, അപ്പോൾ ഞങ്ങൾക്ക് 30 വേണമെന്ന് പറഞ്ഞ് മറ്റ് സൂപ്പർ സ്റ്റാറുകൾ വരുമെന്ന് ഇപ്പോൾ ആർസണൽ എനിക്ക് തോന്നുന്നില്ല. സോ വിനീനെ അവർ ആ 30 മില്യൺ ആഡ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി വിൽ ഇംപ്രൂവ് ദെയർ സ്ക്വാഡ്. ആ ഒരു എക്സ്പാക്ടർ കൊണ്ടുവരാൻ വിനി വിൽ ബി ദ മെയിൻ മാൻ, ആ ഫേസ് ഓഫ് ദ പ്രോജക്റ്റ് ആയിരിക്കും. സോ ആർസണൽ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ആർസണൽ ചാമ്പ്യൻസ് ലീഗിൽ കോമ്പീറ്റ് ചെയ്യുകയാണ്, പ്രീമിയർ ലീഗ് അടിക്കുകയാണ്. ആ ഒരു ബാലൻഡി ഒരു ഇൻഡിവിജ്വൽ സംഭവം എന്ന് പറയുന്നത് ഏതൊരു പ്ലെയറിൻ്റെയും മനസ്സിലുള്ള കാര്യമാണല്ലോ അല്ലേ.
റയലി പുള്ളി നിൽക്കുകയാണ്, എത്ര നന്നായിട്ട് പെർഫോം ചെയ്താലും എംബാപ്പയ്ക്കായിരിക്കും നമ്പേഴ്സ് കാണുക, ആ കാര്യത്തിൽ നമുക്ക് യാതൊരു ഡൗട്ടും ഇല്ല. സോ കൂടാതെ നമ്മൾ പറയല്ലോ ഈ ഒരു PR സംഭവമൊക്കെ ഉണ്ട്. സോ അതിനകത്ത് തന്നെ എംബാപ്പെ വിൽ ബി പുഷ്ഡ് മോർ അല്ലേ. സോ അതിനകത്ത് തന്നെ വിത്തൗട്ട് എ ഡൗട്ട് ഒരു കാര്യം ഉറപ്പാണ്, വിനീഷ്യസ് ജൂനിയറിന് ഇൻഡിവിജ്വൽ അവാർഡ്സ് വിൻ ചെയ്യണമെന്നുള്ളൊരു എയിം ഉണ്ടെങ്കിലും ആർസണലിലോട്ടുള്ളൊരു മൂവ് ലോജിക്കലി നമ്മൾ ആലോചിക്കുമ്പോൾ മേക്ക് സെൻസ് അല്ലേ. പക്ഷേ നമ്മൾ തിരിച്ചു ആലോചിക്കേണ്ട ഒരു സിറ്റുവേഷൻ, ഞാനിപ്പോൾ എന്തുകൊണ്ട് പുള്ളി ആർസണൽ സെലക്ട് ചെയ്തേക്കാം എന്നുള്ളതിൻ്റെ ഒരു പോയിൻറ്റ്സാണ് ഞാൻ പറഞ്ഞത്. പ്രീമിയർ ലീഗ് കോമ്പീറ്റ് ചെയ്യുക, ചാമ്പ്യൻസ് ലീഗ് കോമ്പീറ്റ് ചെയ്യുക, അവിടുത്തെ സ്റ്റാർട്ടർ, മെയിൻ മാന് ആൻഡ് ഇൻഡിവിജ്വൽ അവാർഡ്സ് വിൻ ചെയ്യാനായിട്ടുള്ള റയൽ മാഡ്രിഡ് നിന്നേക്കാളും പോസിബിലിറ്റി ആർസണലിൽ പോയാലാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഡൗട്ടും ഇല്ല. ആൻഡ് അതേസമയത്ത് നമ്മൾ തിരിച്ചാലോചിക്കുമ്പോഴേക്കും റയൽ മാഡ്രിഡ് പുള്ളിയുടെ വൺ ഓഫ് ഹിസ് ഫേവറേറ്റ് ക്ലബ്ബാണ്. ആൻഡ് വിത്തൗട്ട് എ ഡൗട്ട് പുള്ളിയുടെ എല്ലാം ആൻഡ് റയൽ മാഡ്രിഡിന് നിങ്ങൾ ഓർക്കുവാണെങ്കിൽ വിനീഷ്യസ് ജൂനിയർ പോലത്തെ ഒരു ടാലൻറ്റിനെ വിൽക്കുന്നത് ഫാൻസിനിടെ നല്ല രീതിയിൽ പോകണമെന്നില്ല. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വിനീഷ്യസ് ജൂനിയറിൻ്റെ എന്തൊക്കെ പറഞ്ഞാലും ബിഗ് ഗെയിം പ്ലെയറാണ്. സോ റയൽ മാഡ്രിഡ് വിട്ടു കൊടുക്കുന്ന ഡസൻറ്റ് മേക്ക് സെൻസ്. ആൻഡ് മിനിക്കും റയൽ വിടാനായിട്ട് താല്പര്യം ഉണ്ടോ, പുള്ളി എപ്പോഴും ഒരു മഡ്രിഡ്സാന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മഡ്രിഡിൽ ചേർന്നതിന് ശേഷം, അതിന് മുമ്പത്തെ കാര്യം എനിക്കറിയത്തില്ല, പുള്ളി പല ഇൻ്റർവ്യൂസിലും വേറെ പലതും ഇതിന് മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതായത് മഡ്രിഡിൽ ചേരുന്നതിന് മുമ്പ്. പക്ഷേ മഡ്രിഡിൽ വന്നതിന് ശേഷം ഹി ലവ്സ് ദ ക്ലബ്ബ്, അത് നമ്മൾ ക്ലിയർലി കാണാനായിട്ടുള്ളതാണ്. സോ മേ ബി ഈ ആർസണലിനെ ഉപയോഗിച്ചൊരു പുതിയ കോൺട്രാക്റ്റ് കിട്ടാനായിട്ടുള്ള കളിയാണോ എന്നും പറയാൻ പറ്റത്തില്ല. ആൻഡ് ഇപ്പോൾ മഡ്രിഡിൽ നിന്ന് വരുന്ന വാർത്ത എന്നാന്ന് പറഞ്ഞാൽ ജോസെ മൊറീനോയ്ക്ക് വിനീനെ കീപ്പ് ചെയ്യാൻ തന്നെയാണ് ആഗ്രഹം, അറ്റ് ഓൾ കോസ്റ്റ് കീപ്പ് ചെയ്യാൻ തന്നെയാണ് ആഗ്രഹം. മൺഡേയിൽ, അതായത് നാളെ ഒരു മീറ്റിംഗ് വിനി ജൂനിയറിൻ്റെ ഏജൻറ്റുമായിട്ട് മഡ്രിഡ് ക്ലബ്ബ് അതോറിറ്റീസ് പ്ലാൻ ചെയ്തെന്ന് റിപ്പോർട്ടുകളുണ്ട്. സോ മേ ബി ആ പുള്ളിയുടെ 30 മില്യൺ സാലറി ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നതിന് അവർ ഓക്കെ പറയുവാണെങ്കിൽ വിനി മൈറ്റ് റിന്യൂ അല്ലേ. സോ ആ 15 മില്യൺ ബോണസും 30 മില്യൺ സാലറി ഡിമാൻഡ് ഓക്കെ കൈ കൊടുക്കുവാണെങ്കിൽ വിനി മൈറ്റ് റിന്യൂ. പക്ഷേ യാൻ ഡിമോണ്ടയ്ക്ക് വേണ്ടി ഇപ്പം പുഷ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. സോ ഈ യാൻ ഡിമോണ്ടെ വരുന്നത് വിനീഷ്യസ് ജൂനിയറിന് പകരമാണോ, അതോ വിനി ക്ലബ്ബ് വിടുകയാണെന്ന് റയൽ മാഡ്രിഡിന് ഒരു സൂചന കിട്ടിയിട്ടുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യനും ഇപ്പം മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ അല്ല, യാൻ ഡിമോണ്ടെ എംബാപ്പേനെയും വിനീനെയും വെച്ച് തന്നെയാണ് അവർ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. വിനിക്ക് പകരമായിട്ടല്ല, ബട്ട് ഒരു അഡീഷനായിട്ടാണ് യാൻ ഡിമോണ്ടെ കാണുന്നതെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ വിനീഷ്യസ് ജൂനിയറിന് ആ ഒരു കോൺട്രാക്ട് പ്രപ്പോസൽ റയൽ കൊടുക്കുവാണെങ്കിൽ ഹി മൈ കണ്ടിന്യൂ. കാരണം അവിടെ പുള്ളി സെറ്റിൽഡ് ആണ്, സ്പാനിഷ് സ്പീക്കിംഗ് കുറച്ചുകൂടെയും, സ്പാനിഷ് ഓർ പോർച്ചുഗീസ് നമ്മൾ നോക്കാനായിട്ടാണ് സ്പെയിൻ കുറച്ചുകൂടെയും പുള്ളി സെറ്റിൽഡ് ആണ്. മറ്റേത് മറിച്ചത് ക്ലൈമറ്റ് അത് ഇത് എല്ലാം ഒരു ഫാക്ടറാണ്. സോ കൂടാതെ ആ ഒരു സാലറി കിട്ടുവാണെങ്കിൽ പുള്ളി അവിടെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കാനും പറ്റും. കാരണം ആ സാലറിയാണ് പുള്ളിനെ ഈ ഒരു പുള്ളിയുടെ മറ്റേ സ്പോർട്ടിങ് റീസൺസിനേക്കാൾ ഉപരി ഈ ഒരു സാലറി കാരണമാണ്, പുള്ളിയുടെ സാലറി ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് പുള്ളി റയലിൽ തുടരാത്തതെന്നാണ് വാർത്തകൾ കേൾക്കുന്നത്. സോ അതിനകത്ത് തന്നെ സാലറി മീറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഈ മുമ്പേ പറഞ്ഞ സ്പോർട്ടിങ് റീസൺസ് ഒക്കെ ഉണ്ടല്ലോ, ബാലൻഡിയോറിൻ്റെ കാര്യമാണെങ്കിലും ടൈറ്റിൽസിൻ്റെ കാര്യമാണെങ്കിലും മെയിൻ മാൻ ആകുകയാണെന്നുള്ള കാര്യമാണെങ്കിലും അതാണ് സംഭവം എന്നുള്ള രീതിയിൽ ന്യൂസ് പരക്കുന്നില്ല. സോ ഞാൻ അതാവാം എന്നൊരു നറേറ്റീവ് പറഞ്ഞാണ്. സോ എല്ലാ ന്യൂസും പരക്കുന്നത് ഈ ഒരു സാലറിയുടെ കാര്യത്തിലാണെന്നാണ് കേൾക്കുന്നത്. സോ സാലറി ഡിമാൻഡ് മീറ്റ് ചെയ്താൽ മേ ബി ഹി മൈറ്റ് ബി റെഡി ടു കണ്ടിന്യൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം. പക്ഷേ നമ്മൾ ഓർക്കേണ്ട വേറൊരു കാര്യം, റയൽ മാഡ്രിഡിൻ്റെ കയ്യിൽ നിന്ന് പവറും പോവും. അതായത് വിനീഷ്യസ് ജൂനിയറിന് ഓക്കെ സൗദിയിലോട്ട് പോകാൻ റെഡിയാണെങ്കിൽ മേ ബി ഇതൊരു 100-200 മില്യൺ അവർ ഒപ്പിച്ചെടുക്കാം. അതല്ല, പുള്ളിക്ക് ഇവിടെ തന്നെ നിന്നാൽ മതി എന്നുള്ളൊരു അതായത് യൂറോപ്പിൽ തന്നെ തുടരണമെന്നാണ് ആഗ്രഹമെങ്കിൽ ലാസ്റ്റ് ഇയർ ഓഫ് ഹിസ് കോൺട്രാക്റ്റാണ്. നെക്സ്റ്റ് ഇയർ വിനി ഫ്രീ ഏജൻ്റാണ്. വിനി ജനുവരിയിൽ പുള്ളിക്ക് ഏതെങ്കിലും ഒരു ക്ലബ്ബുമായിട്ട് പ്രീ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെ വരുമ്പോഴേക്കും പുള്ളിക്ക് സൈനിങ് ഓൺ ബോണസ് ഉൾപ്പെടെ കൂടുതൽ സാലറി പുള്ളിക്ക് ഈസിലി എടുത്ത് വാങ്ങിക്കാനായിട്ട് പറ്റും. സോ പുള്ളി അഥവാ കോൺട്രാക്റ്റ് ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന സാലറി തരാൻ റെഡിയല്ല, നിന്നെ വിൽക്കുന്നുമില്ല എന്നുള്ളൊരു സ്റ്റാൻസ്, അഥവാ സൗദിയിലോട്ട് പോയാൽ മതി എന്നൊരു സ്റ്റാൻസ് റയൽ എടുക്കുകയാണെങ്കിൽ 1 ഇയർ വിനിക്ക് വെറുതെ ഇരുന്ന് സാലറിയും വാങ്ങിച്ച് നെക്സ്റ്റ് ഇയർ കൂടുതൽ സാലറിയും സൈനിങ് ഓൺ ബോണസും ഉൾപ്പെടെ പുള്ളിക്ക് ഈവൻ ആർസണൽ മാത്രമല്ല, അപ്പം വേറെ പല പ്രീമിയർ ലീഗ് ക്ലബ്ബുകളും എൻ്റർ ആവുമായിരിക്കും, ആൾക്ക് ഈസിലി മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ റയലിൻ്റെ കയ്യിൽ നിന്ന് പവർ പോകും. സോ അതിനകത്ത് തന്നെ ഇവഞ്ച്വലി അറ്റ് ദ എൻഡ് റയൽ ഈ സാലറി ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ റെഡി അല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ വിനിയുടെ കയ്യിലോട്ടായിരിക്കും പവർ വരിക. കാരണം വിനീഷ്യസ് ജൂനിയറിനെ സെല്ല് ചെയ്യേണ്ട ആവശ്യം വരും. അവസാനം പുള്ളി ആർസണൽ മതി എന്ന് പറഞ്ഞ് വാശി നിൽക്കുവാണെങ്കിൽ ലെറ്റ്സ് അവസാനം വിനിയും ആർസണലും റയലും കൊണ്ട് ഡിസ്കഷൻ നടത്തി അവർക്കിടയിൽ ഒരു ടേംസിലോട്ട് എത്തിവരേണ്ട ആവശ്യം വരും. സോ നമ്മൾ നോക്കാനായിട്ടാണ് കംപ്ലീറ്റ്ലി പവർ വിനി ആൻഡ് ആർസണൽ ഡീലോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അവരുടെ കയ്യിലോട്ടെത്തും. സോ റയൽ നോക്കിയും കണ്ടും കളിക്കേണ്ട ആവശ്യമുണ്ട് ഈ ഒരു ഡീലിലോട്ട് വരുമ്പോഴേക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ. അവിടെ നമ്മൾ മറ്റൊരു അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ അത് റോഡ്രി റിലേറ്റഡ് ആണ്. ഇത് വരുന്നത് ഫാബ്രിസ് ഹോക്കിൻസിൻ്റെ ഭാഗത്തു നിന്നാണ്. കൂടാതെ ഫാബിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ. അത് മറ്റാരുമല്ല, റോഡ്രിയുടെ കാര്യത്തിലാണ്. സോ റോഡ്രിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്കറിയാം റയൽ മാഡ്രിഡും റോഡ്രിക്കും ഇടയിൽ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീങ്ങുവാണ്. റയൽ ഡിസിഷൻ എടുത്തു. ഇപ്പം പല റിപ്പോർട്ടുകളും വരുന്നുണ്ട്, ഇല്ല ലാസ്റ്റ് മൊമെൻറ്റ് വീണ്ടും പെറസ് മനസ്സ് മാറ്റി റോഡ്രി ഡീലിൽ നിന്ന് പിന്മാറുവാണ്, അതെല്ലാം ഫേക്ക് ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്.
ഇപ്പോൾ റയൽ ഫുള്ളി ഫോക്കസ് ചെയ്യുന്ന യാൻ ഡിമോണ്ടെ ഡീലിലാണ്. യാൻ ഡിമോണ്ടേനെ എത്തിക്കുന്നതിൻ്റെ കാര്യത്തിൽ റയൽ സ്ട്രോങ്ലി നീങ്ങുകയാണ്. അതിനകത്ത് തന്നെ റോഡ്രിയുടെ കാര്യം അവർക്ക് സമയമെടുത്ത് നടത്താനായിട്ട്, അഥവാ യാൻ ഡിമോണ്ടെ ഡീലിന് ശേഷം നടത്താനായിട്ടാണ് പ്ലാൻ എന്ന് കേൾക്കുന്നു. സോ യാൻ ഡിമോണ്ടയുടെ കാര്യത്തിൽ 2 കാര്യം കേൾക്കുന്നുണ്ട്. ഒന്നെങ്കിൽ പുള്ളിനെ 1 more സീസൺ അവിടെ ലോണിന് വിട്ടിട്ട് സൈൻ ചെയ്തൊരു 1 more സീസൺ ലോണിന് വിടാം, അല്ലെങ്കിൽ ഇപ്പം തന്നെ എത്തിക്കുക. ഈ 2 കാര്യങ്ങൾ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റോഡ്രിയുടെ കാര്യത്തിലാണ്. സോ റോഡ്രിയും റയൽ മാഡ്രിഡിനും ഇടയിൽ പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തു എന്ന് ഈ ഫാബ്രിസ് ഹോക്കിൻസ് തന്നെ പറയുന്നുണ്ട്. കൂടാതെ മറ്റ് പല സോഴ്സുകളിൽ നിന്നും വരുന്നുണ്ട്. സോ ഇനിയും സിറ്റി ആയിട്ട് ഒഫീഷ്യൽ നെഗോസിയേഷൻ ടോക്ക് റയൽ പതുക്കെ തുടങ്ങും. ആൻഡ് രസം എന്നാന്ന് പറഞ്ഞാൽ ഇപ്പം PSG ഡീൽ ഹൈജാക്ക് ചെയ്യാൻ നോക്കുന്നു എന്ന് പറഞ്ഞു വന്നത് ഫാബ്രിസ് ഹോക്കിൻസ് ആണ്. പുള്ളി പറയുന്നത് എന്നാന്ന് വെച്ചാൽ PSG ഈ ഒരു ഡീലിൽ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു. ആൻഡ് ബാർസയും അവെയറാണ്. ബാർസ പക്ഷേ എൻ്റർ ആയിട്ടില്ല, ബട്ട് ഇന്ത്യയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ചിലപ്പോൾ ഡീൽ ബ്രേക്ക് ചെയ്യുകയാണ്, ചാടി വീഴാം എന്നൊക്കെയുള്ള രീതിയിൽ വാർത്തകൾ വരക്കുന്നുണ്ട്. പക്ഷേ ഫാബ്രിസ് ഹോക്കിൻസിൻ്റെ ഭാഗത്തുനിന്ന് PSG ഇന്റേണലി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദേ ആർ ഇൻട്രസ്റ്റഡ്, റോഡ്രിയുടെ ക്യാമ്പിനെ സമീപിക്കുന്നു എന്ന് വാർത്തകൾ കേട്ടു. ആൻഡ് പക്ഷേ കുഴപ്പം എന്നാന്ന് പറഞ്ഞാൽ ഈ സെയിം സംഭവം ഫാബ്രിസിയോ റൊമാനോയുടെ ഒരു റിപ്പോർട്ടിൽ കണ്ടത്, പുള്ളി പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ ഈ ഒരു യാൻ ഡിമോണ്ടെ ഡീലിൽ റയൽ എൻ്റർ ആയത് PSG അധികം നല്ല രീതിയിൽ എടുത്തിട്ടില്ല എന്ന് കേൾക്കുന്നുണ്ട്. സോ അതിനകത്ത് തന്നെ അവർ റോഡ്രിയുടെ കാര്യം അവർ സ്ട്രോങ്ലി നോക്കിക്കൊണ്ടിരുന്ന ഒരു നെയിം അല്ല. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റ് യാൻ ഡിമോണ്ടെ കയ്യിൽ നിന്ന് പോകുന്നതുകൊണ്ട് റോഡ്രി ഡീൽ പോസിബിൾ ആണോ? ഡിഫറെൻറ്റ് പ്രൊഫൈൽസ് ആണ്, പക്ഷേ നമ്മൾ പറഞ്ഞല്ലോ ആ ഒരു ഈഗോ ക്ലാഷ് ആ ഒരു സംഭവമാണെന്നാണ് നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിച്ചത്. സോ അവർ സ്ട്രോങ്ലി റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന പ്ലെയറാണ് റോഡ്രിക്ക് പിന്നാലെ അറ്റ് ഓൾ കോസ്റ്റ് PSG പോകും, അങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല. പക്ഷേ അവരിപ്പോൾ ഒരു യാൻ ഡിമോണ്ടെ അവരുടെ കയ്യിൽ നിന്ന് പോകുന്നതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ റോഡ്രി ഡീൽ എൻ്ററാക്കി അവർ ചെയ്യാൻ നോക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഫാബിൻ്റെ വാർത്തയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, റോഡ്രി ഒൺലി വാണ്ട്സ് റയൽ മാഡ്രിഡ്. പുള്ളി ഈവൻ സിറ്റിയിൽ ഏൺ ചെയ്തതിനേക്കാളും ലെസ് സാലറി വാങ്ങിച്ചുകൊണ്ട് റയലിൽ തുടരാനായിട്ടാണ് പ്ലാൻ എന്ന് കേൾക്കുന്നത്. സോ പുള്ളി അഗ്രി ചെയ്തിരിക്കുന്നു, ഒഫീഷ്യലി അഗ്രി ചെയ്യുന്നതല്ല, വെർബലി അഗ്രി ചെയ്തിരിക്കുന്ന ഒരു ഇപ്പോൾ അതെല്ലാം നമ്മൾ പറയാം പരക്കുന്ന ന്യൂസുകളാണ്. സോ നമുക്കത് ഒഫീഷ്യൽ കോൺട്രാക്റ്റ് എന്താണെന്ന് അറിയാതെ നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ പരക്കുന്ന ന്യൂസ് പുള്ളി എന്താണോ സിറ്റിയിൽ ഏൺ ചെയ്തുകൊണ്ടിരുന്നത്, അതോ സിറ്റി എന്താണോ ഇപ്പം വെച്ചിരിക്കുന്ന പുതിയ കോൺട്രാക്ട് പ്രപ്പോസൽ അതിനേക്കാളും കുറവ് സാലറി ആയിരിക്കും പുള്ളി റയലിൽ ഏൺ ചെയ്യാന്നുള്ള രീതിയിലാണ് പരക്കുന്ന ന്യൂസ്. സോ അതെന്തായിരിക്കും എന്ന് അറിയത്തില്ല. പക്ഷേ ആസ് ഓഫ് നൗ റോഡ്രി വേറൊരു ക്ലബ്ബുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ റെഡിയല്ല. ഹി ഓൺലി വാണ്ട്സ് റയൽ മാഡ്രിഡ് മൂവ്. സോ അതിനകത്ത് തന്നെ ഏത് ക്ലബ്ബ് എൻ്റർ ചെയ്താലും as long as Papa Perez is okay with this signing, as long as Jose Mourinho is okay with this signing, as long as the Real Madrid management is okay with this signing, അവരുടെ ഭാഗത്തുനിന്ന് നോ പറഞ്ഞാൽ മാത്രമേ ഈ ഡീൽ ബ്രേക്ക് ആവത്തുള്ളൂ. അല്ല റോഡ്രിയുടെ ഭാഗത്തുനിന്ന് നോ വരത്തില്ല, വേറെ കാര്യങ്ങളൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. സോ റോഡ്രി ടു റയൽ തന്നെ നടക്കാനായിട്ടാണ് സാധ്യത. പക്ഷേ അത് പ്രോബ്ലി യാൻ ഡിമോണ്ടെ ഡീലിന് ശേഷം. അവിടെ നമ്മൾ നേരെ ബാർസയുടെ ഒരു അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണ്. ബാർസ റിലേറ്റഡ് ആയിട്ട് കുറച്ച് പോസിറ്റീവ് അല്ലാത്ത വാർത്തകളാണ് വരുന്നതെന്ന് പറയേണ്ടി വരും. കാരണം യൂലിയൻ അൽവാറസ് ഡീൽ ഇതുവരെ ഒഫീഷ്യലി ഓഫ് അല്ല. സ്റ്റിൽ ബിഹൈൻഡ് ദ സീൻസ് ബാർസയും യൂലിയൻ അൽവാറസിനും ഇടയിൽ കോൺടാക്ട്സ് നടക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം മുണ്ടോ ഡിപ്പോർട്ടിവോ പോലുള്ള സോഴ്സുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടാതെ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബാർസലോണ ഒരു സ്ട്രൈക്കർ സൈനിങ് ചിലപ്പം കംപ്ലീറ്റ്ലി നടത്തിട്ടില്ല എന്നുള്ള രീതിയിൽ മുണ്ടോ ഡിപ്പോർട്ടിവോയുടെ വാർത്ത വരുന്നുണ്ട്. ആസ് പെർ ദ റിപ്പോർട്ട്സ് യൂലിയൻ അൽവാറസിന് 100 million ഓഫർ ഇപ്പോഴും അവൈലബിൾ ആണ്. അതിന് മുകളിൽ 120 ഒരു ഓഫർ ബാർസ റെഡിയാക്കുന്നു എന്നുള്ള രീതിയിൽ ന്യൂസുകൾ പരക്കുന്നുണ്ടെങ്കിലും അത് ഇപ്പോൾ മുണ്ടോടിപ്പോടെ പറയുന്നത് തെറ്റാണ്. 100 million ഓഫറിന് മേളിൽ 120 ബാർസ ഇപ്പം വിടാൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം അവർ പറയുന്നത് സ്ട്രൈക്കർ സൈനിങ്സിൻ്റെ കാര്യത്തിലാണ്. യൂലിയൻ അൽവാറസ് ഈസ് അബ്സല്യൂട്ട് പ്രയോറിറ്റി. ആ ഡീൽ നടക്കുവാണെങ്കിൽ ബാർസ വിൽ ബി ഹാപ്പി. പക്ഷേ ആ ഡീൽ നടന്നില്ലെങ്കിൽ ബാർസ ഡെസ്പറേറ്റ്ലി ഒരു സ്ട്രൈക്കർ സൈനിങ്ങിന് വേണ്ടി പോകത്തില്ല. കരീം അഡിയമി റഫീന നിൽക്കും എന്നുള്ള ഒഫീഷ്യൽ ഡിസിഷൻ എടുത്തായിട്ട് വാർത്തകൾ കേൾക്കുന്ന ഹിലാലുമായിട്ട് പോകത്തില്ല. സോ ആഡിയമി, റഫീന, ഗോർഡൻ, ഫെറാൻ ടോറസ് നിൽക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴുള്ളത്. ഒഫീഷ്യലി പുള്ളി ഒരു ക്ലബ്ബ് വിടുമെന്നുള്ളൊരു ഡിസിഷൻ അറിയിക്കുകയോ മറ്റോ ഒന്നും ചെയ്തിട്ടില്ല. സോ അതിനെ തന്നെ ഫെറാൻ ടോറസ് ഇങ്ങനത്തെ 4 ഓപ്ഷൻസ് സെൻട്രലിലൂടെ കളിക്കാൻ പറ്റുന്ന 4 ഓപ്ഷൻസ് ഉണ്ടെന്നും സോ അതിനകത്ത് തന്നെ ഈവൻ ഇഫ് അൽവാറസിനെ കിട്ടിയില്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷന് വേണ്ടി ബാർസ ഡെസ്പറേറ്റ് അല്ല എന്നാണ് മുണ്ടോടിപ്പെട്ട് പറയുന്നത്. സോ ഇതൊന്നെങ്കിൽ ഒരു ടാക്ടിക്സ് ആവാം. മാർക്കറ്റിൽ ബാർസ ഒരു സ്ട്രൈക്കറിന് വേണ്ടി ഡെസ്പറേറ്റ് ആണെന്ന് പറഞ്ഞാൽ പ്രൈസ് കൂടാം. സോ അതിനകത്ത് തന്നെ മേ ബി ഇതൊരു ടാക്ടിക്കൽ മൂവ് ആവാം. അതല്ല സത്യമാവാനും സാധ്യതയുണ്ട്. ഇപ്പം ബാർസ ഫൈനാൻഷ്യലി 1:1 പറഞ്ഞാലും ചുമ്മാ ഫണ്ട് ഇറക്കുന്നതിന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. സോ അതിനകത്ത് തന്നെ അൽവാറസിനെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പോയി ക്രൂപ്പിക്ക് പോയി 120 അല്ല യോസിമിന് പോയി 130 കൊടുത്ത് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. സോ അതിനകത്ത് തന്നെ നമ്മളും ഓവർ ഡെസ്പറേറ്റ്ലി ആക്ട് ചെയ്യാതിരിക്കുകയാണെന്ന് തോന്നുന്നത്. ഇതെനിക്ക് കൂടുതലൊരു ടാക്ടിക്കൽ മൂവായിട്ടാണ് തോന്നുന്നത് റാദർ ദാൻ ഡിസിഷൻ എടുത്തു എന്നതിനേക്കാൾ ഉപരി. അതുപോലെ തന്നെയാണ് റൈറ്റ് ബാക്ക് സിനാരിയോയിൽ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. ജൂൾസ് കുണ്ടെ ക്ലബ്ബിൽ നിൽക്കാനായിട്ടുള്ള സാധ്യതയാണ് ഇപ്പം കൂടുതൽ കാണുന്നതെന്ന് കേൾക്കുന്നു. ആൻഡ് റിപ്പോർട്ടുകൾ പ്രകാരം ഹാൻസി ഫ്ലിക്കിൻ്റെ ഡിസിഷൻ എറിക് ഗാർഷ്യാനെ സ്റ്റാർട്ടിംഗ് റൈറ്റ് ബാക്ക് ആയിട്ട് ഈ സീസൺ കാണാനാണെന്ന് കേൾക്കുന്നുണ്ട്.
കുണ്ടെ കൂടുതലും സെൻട്രൽ ബാക്ക് റോളിൽ കളിച്ചേക്കാം. ചാവി എസ്പാട്ടും ഹെക്ടർ ഫോർട്ടിനെയും രണ്ടുപേരെയും ക്ലബ്ബിൽ നിർത്താനായിട്ടാണ് ഇപ്പോഴുള്ള ഇൻറ്റേർണൽ പ്ലാൻ എന്ന് കേൾക്കുന്നു. സോ അതിനകത്ത് തന്നെ ചാവി എസ്പാട്ടും ഹെക്ടർ ഫോർട്ടും ആയിരിക്കും എറിക് ഗാർഷ്യയ്ക്കുള്ളൊരു ബാക്കപ്പ് റൈറ്റ് ബാക്ക് ഓപ്ഷനും. കുണ്ടേനെ കൂടുതലും റൈറ്റ് സൈഡ് CB ആയിട്ട് നമ്മൾ മെയിൻലി ഒരു സബ് ഓഫ് ദ ബെഞ്ചായിട്ടായിരിക്കും കൂടുതൽ കാണുമെന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ പരക്കുന്നുണ്ട്. സോ ഇതിലെന്തുമാത്രം സത്യമുണ്ടെന്നൊന്നും അറിയത്തില്ല. സോ ഇതാണ് ബാർസ റിലേറ്റഡ് ആയിട്ട് കേൾക്കുന്നത്. 1-2 അപ്ഡേറ്റുകൾ. സോ അമറിക് ലപ്പോർട്ടിൻ്റെ കാര്യം ഇപ്പോഴും ഇന്ത്യയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതെല്ലാവരും ഓക്കെ അല്ല ആ ഒരു സൈനിങ്ങിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ അത്ലറ്റിക് ക്ലബ് ബിൽബാവോ ഡസൻ വാണ്ട് ടു സെല്ലും. പക്ഷേ ഇന്റേണലി ബാർസ മാനേജ്മെൻറ്റിനുള്ളിലാണേലും എല്ലാവരുടെയും ഭാഗത്തുനിന്നും ഓക്കെ അല്ല ആ ഒരു സൈനിങ്ങിൽ. മേ ബി കുറച്ചുകൂടെ ഒരു ബെറ്റർ സെൻറ്റർ ബാക്ക് ഓപ്ഷൻ അവൈലബിൾ ആവുകയാണ് എൻ്റർ ആവുമെന്നും കേൾക്കുന്നുണ്ട്. ബട്ട് ജെറാഡ് മാർട്ടിൻ വിൽ ബി ദ സ്റ്റാർട്ടിങ് സെൻറ്റർ ബാക്ക് എന്ന് കേൾക്കുന്നുണ്ട്. ഹാൻസി ഫ്ലിക്ക് പ്ലാൻ ചെയ്യുന്ന മാർട്ടിൻ കുബാർസി ഡുവോയിൽ തന്നെയാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അഡീഷൻ കാണും. പക്ഷെ അവർ ജെറാഡ് മാർട്ടിനായിട്ട് കോമ്പീറ്റ് ചെയ്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അല്ലാതെ ഓൺ ബി എ ഗ്യാരണ്ടീഡ് സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. സോ കുബാർസി ആൻഡ് ജെറാഡ് മാർട്ടിൻ എന്തായാലും ക്ലബ്ബ് വിൽക്കത്തില്ല. പല ക്ലബ്ബുകൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. മാർക്ക് ബെർണാലിലും പല ക്ലബ്ബുകൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ ബാർസ വിൽക്കുന്ന കാര്യം നോ എന്നാണ് കേൾക്കുന്നത്. സോ ഇതാണ് ഇപ്പം നടക്കുന്ന വാർത്തകളും വിശേഷങ്ങളും മറ്റ് കുറേ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് കവർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ മെയിനായിട്ട് ഇപ്പം കേട്ട് കഴിഞ്ഞ ദിവസത്തെ 2-3 ന്യൂസുകൾ കവർ ചെയ്തതേ ഉള്ളൂ. സോ എന്താണ് നിങ്ങളുടെ ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയാം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.